സ്വന്തമായൊരു വീട് ഏതൊരാളുടെയും സ്വപ്നമാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൻ്റെ, കാത്തിരിപ്പിൻ്റെ, പരിശ്രമത്തിൻ്റെ. അതുപോലെയുള്ള ഒരു വീട്ടിലേക്ക് പോയാലോ? വെൽക്കം ടു ഫ്രെയിമെക്സ് ഹോം സ്റ്റോറീസ്. ഹലോ എവ്രി വൺ, ഞാനിപ്പോൾ ഉള്ളത് മീത്തിലുള്ള നമ്മുടെ നിതിൻ ചേട്ടൻ്റെയും റെൻസി ചേച്ചിയുടെയും വീട്ടിലാണ്. കൂടാതെ അവരുടെ മക്കളും ഉണ്ട്, റയാൻ, ആരോൺ ആൻഡ് ഐറിൻ. അപ്പോൾ നമുക്കിനി അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഹായ് ചേച്ചി, ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, അപ്പം നിങ്ങളിവിടെ അയർലൻഡിൽ വന്നിട്ട് എത്ര നാളായി? നമ്മളിപ്പോൾ വന്നിട്ട് ഓൾമോസ്റ്റ് 4 വർഷമായി. അപ്പം നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു വീടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ആൻഡ് ഈ വീട് വരുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേസ് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും അടിപൊളിയായിട്ടാണ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്താണ് ഈ ഒരു വീടിന് പിന്നിലെ ഒരു സ്റ്റോറി? എന്താണ്, വാട്ട് ഈസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദിസ് ഹോം? അത് നമുക്ക് എല്ലാവരുടെ സ്വപ്നമാണ് നമുക്കൊരു വീടെന്ന് പറഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ പ്രവാസികളായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-12 കൊല്ലമായി. അത് മാത്രമല്ല, നമുക്ക് നാട്ടിൽ വീടുണ്ടെങ്കിൽ പോലും ഒരു വിദേശ രാജ്യത്ത് നമുക്കൊരു വീടെന്ന് പറഞ്ഞാൽ, സ്വന്തമായിട്ട് വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നമുക്ക് അതിനുള്ള സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഞങ്ങളത് പ്രിഫർ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് മീത്ത് തന്നെ ചൂസ് ചെയ്തത്? അത് മീത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ശാന്തമായിട്ടുള്ളൊരു പ്രദേശമാണ്. പിന്നെ ഇവിടെ ഒത്തിരി ട്രാഫിക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സ്കൂൾ വളരെ അടുത്താണ്. പിന്നെ നമുക്ക് ക്ലോസറായിട്ടൊരു പള്ളിയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഞങ്ങളെ അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ലൊക്കേഷനിലാണ് ഇപ്പോൾ വീട് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ആഗ്രഹിച്ച പോലെ, മനസ്സിന് ഇണങ്ങിയ പോലെ തന്നെയാണോ ഈ വീട് ആദ്യം കണ്ടപ്പോഴും നിങ്ങൾക്ക് തോന്നിയത്? അതെ, നമുക്ക് നന്നായിട്ട് ലൈറ്റ് വീട്ടിലേക്ക് വരണം എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു. അപ്പം ചുറ്റും ജനാലകളും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളുടെ ഓൾമോസ്റ്റ് ഒരു കൺസെപ്റ്റിലുള്ള അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ വീടിനെ പറ്റി ആദ്യം ചിന്തിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇതുപോലെ ആയിരിക്കണം എൻ്റെ വീട്, ഈ വീടിൻ്റെ കളർ പാലറ്റ് ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസൈൻസ് ആണ്, ഇങ്ങനത്തെ ഇൻറ്റീരിയേഴ്സ് ആണ് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നോ ഇതിൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ? ഞങ്ങൾ മാക്സിമം വൈറ്റ് തീമാണ് ചൂസ് ചെയ്തത്. കാരണം ഇവിടുത്തെ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്. പിന്നെ വൈറ്റിന് കുറച്ചുകൂടെ റിഫ്ലക്ഷൻ കൂടുതലുണ്ടെന്ന് തോന്നും. അതെ, വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ സ്പേസും എൻഹാൻസ് ചെയ്യുന്ന പോലെ തോന്നും. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഇതിലാണ് ഞങ്ങൾ പ്രിഫർ ചെയ്തത്. The moment you step in, this place feels luxurious and bright. ആൻഡ് ഇവിടെ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലോസി ഫിനിഷിലുള്ള വൈറ്റ് ടൈൽസ് ആണ്. അപ്പോൾ അതിലേക്ക് ഈ ലൈറ്റൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഈ എൻറ്റയർ സ്പേസ് വളരെ റാഡിയൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഈ ടൈൽസിൽ വന്നിട്ടുള്ള ഈ ഒരു ഗോൾഡ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ്, അത് ആക്ച്വലി ഇതിൻ്റെ എലഗൻസിനെ ആഡ് ചെയ്യുകയാണ് വിത്തൗട്ട് ഓവർ പവറിങ് ദ ഹോൾ സ്പേസ്. ഇവരുടെ സ്റ്റെയർ കേസിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആക്ച്വലി ലാമിനേറ്റ്സ് ആൻഡ് ടൈൽസ് ആണ്. സ്റ്റെപ്പ് റൈസേഴ്സിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം ടൈലും അതിനുവേണ്ടി ഇവിടെ സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് ലാമിനേറ്റ്സും ആണ്. കൂടാതെ ഒരു ബീഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു മെത്തേഡ് വളരെയധികം കോസ്റ്റ് എഫിഷ്യൻറ്റും ഒരു ക്ലാസി ലുക്കുമാണ് കൊടുക്കുന്നത്. ഇവിടെ ഇവരൊരു ഗോൾഡൻ ട്രിം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഗിവ്സ് എ ലക്ഷൂറിയസ് ആൻഡ് റിഫൈൻഡ് ലുക്ക്. എന്തുകൊണ്ടായിരുന്നു ടൈൽസ് ചൂസ് ചെയ്യാൻ തോന്നിയത്? ഇപ്പം മിക്ക ആൾക്കാരും ലാമിനേറ്റ്സ് ഇടുന്നവരുണ്ട്, പല ടൈപ്പ് ഫ്ലോറിങ് ഇടുന്നവരുണ്ട്. എന്തുകൊണ്ടായിരുന്നു ടൈൽസ് തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം?
ഇത് നമുക്ക് അവർ ബിൽഡേഴ്സ് തന്നപ്പോൾ തന്നെ അണ്ടർ ഫ്ലോർ ഹീറ്റിംഗ് ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പം ഈ ടൈലാകുമ്പോൾ കുറച്ചുകൂടി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയൊരു അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ചൂസ് ചെയ്യാൻ കാരണം അല്ലേ? കാരണം വെച്ചാൽ നമുക്കിപ്പം ടൈല് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലെൻലിനെസ് ഫീൽ ചെയ്യും, ഫസ്റ്റ് തിങ് അത്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമുക്കിവിടെ അണ്ടർ ഫ്ലോർ ഹീറ്റിംഗ് ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് കുറച്ചും കൂടി ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഈസിയാണ് ടൈല് കമ്പയർഡ് ടു വുഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് ടൈല്. അപ്പോൾ ടൈൽസ് ചൂസ് ചെയ്തു. അപ്പോൾ ടൈൽസ് എവിടെ നിന്നാണ് നിങ്ങൾ ചൂസ് ചെയ്തത്? ടൈൽസിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ നമുക്ക് ടൈലക്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നത്. കാരണം നമ്മൾ ഒത്തിരി ആൾക്കാരുടെ റിവ്യൂസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരു നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പല ഷോറൂംസിൽ പോയി, ടൈലക്സിലും പോയി. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പം ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മൾ പ്രശാന്ത് ചേട്ടനായിരുന്നു നമുക്ക് കിട്ടിയൊരു റെഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചേട്ടൻ നമുക്ക് അത്രയും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഈച്ച് ആൻഡ് എവരി നമുക്ക് വേണ്ടിയിട്ട് ടൈം ചേട്ടൻ കണ്ടെത്തി. പിന്നെ നമുക്ക് കുറേ മോഡൽസൊക്കെ കാണിച്ചു. പിന്നെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമുക്കൊരു ഹാൻഡി ആയിട്ട് തോന്നി. നല്ല രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്തായിരുന്നു ഒരെണ്ണം ചൂസ് ചെയ്യാൻ. അതെ, നന്നായിട്ട് അവർ ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പം നിങ്ങളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്ലോസി ഫിനിഷിലുള്ള ടൈലാണ്. അപ്പം തുടക്കം തൊട്ടേ ഗ്ലോസി തന്നെയായിരുന്നോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്? അതെ. ആൻഡ് നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു വൈറ്റ് എന്ന് പറഞ്ഞില്ല, അപ്പോൾ വൈറ്റ് മനസ്സിനിണങ്ങിയ പോലത്തെ ആ ഒരു വൈറ്റ് അവിടെ അത്രയും കളക്ഷൻസിൽ കണ്ടായിരുന്നോ? നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ 2 കളറായിരുന്നു ആക്ച്വലി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ വരുന്നതും പ്ലസ് ഒരു ഓറഞ്ച് ഷെയ്ഡ്, ഗോൾഡൻ ഷെയ്ഡ് വരുന്നതും. അപ്പം അത് രണ്ടും ആക്ച്വലി നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ ടോയ്ലറ്റിന് വേണ്ടിയിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, ഒരെണ്ണം നമ്മൾ ഇവിടെ ഈ ഓറഞ്ച്. നമ്മൾ ആ മനസ്സിൽ വിചാരിച്ച അതേ ഷെയ്ഡാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ വീടെടുക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും സിമ്പിളല്ല. ഒത്തിരി നാളുകളിൽ കാത്തിരുന്ന് ഒത്തിരി കഷ്ടപ്പെട്ട് കുറേ പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ജേർണി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പോൾ വീട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അതിൻ്റെ പ്രോസസ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ജേർണി ഒന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പോൾ നമ്മളിപ്പോൾ മെയിൻലി നമ്മളൊരു വീടിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് നമുക്ക് വേണ്ടത് നമ്മുടെ അക്കൗണ്ട് സ്റ്റെബിലിറ്റിയാണ്. അതായത് നമ്മുടെ അക്കൗണ്ട് നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യണം. പിന്നെ ഒരു സേവിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ സേവിങ്സ് ഇല്ലെങ്കിൽ പോലും ഒരു ചെറിയ രീതിയിലുള്ള സേവിങ്സ് ആണെങ്കിൽ പോലും അവർ അക്സെപ്റ്റബിൾ ആണ് ബാങ്കുകാർ. പിന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ, നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ കണ്ടവാനം ചെയ്യുന്നുണ്ടെങ്കിൽ അവരതെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യും. അത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമ്പിളാണ്. എനിക്ക് അത്ര ടഫായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മോർഗേജ് കാര്യങ്ങളെല്ലാം ഇതായി, വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല ഞങ്ങൾക്ക് കിട്ടാനായിട്ട്. അത് ഏറ്റവും അക്കൗണ്ട് ഓക്കെ ആണെങ്കിൽ, നമ്മുടെ രണ്ടുപേരുടെ അക്കൗണ്ട് സ്റ്റേബിൾ ആണെങ്കിൽ വേറെ മോർഗേജിന് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു മോർഗേജ് ബ്രോക്കറെ കണ്ടാൽ സിമ്പിളായിട്ട് പ്രോസസ്സ് ചെയ്യാവുന്നേ ഉള്ളൂ മോർഗേജ്. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽസൊക്കെ വൈറ്റ് ആണെങ്കിലും ഇവിടെ നിങ്ങൾ എടുത്തിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫേർണിച്ചേഴ്സ് ആണെങ്കിലും കളർഫുള്ളാണ്. അതായത് ഇതായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന കളേഴ്സാണ്. അപ്പോൾ അതൊക്കെ ആരുടെ ചോയ്സ് ആയിരുന്നു? അല്ലെങ്കിൽ അതിനും ഇതുപോലെ എന്തെങ്കിലും റെഫറൻസോ ഓൾറെഡി മൈൻഡിലൊരു ഐഡിയ ഉണ്ടായിരുന്നോ? അത് നമ്മൾ രണ്ടുപേരും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾക്ക് വൈറ്റ് തീം ആണെങ്കിൽ നമ്മൾ ആ കളർഫുൾ ആയിട്ടുള്ള മറ്റ് സാധനങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുമെന്നുള്ളൊരു തോട്ടായിരുന്നു നമുക്ക്. അപ്പം രണ്ടുപേരുടെയും കൂടി ഒരു കമ്പൈൻ ആയിട്ടുള്ളൊരു ഡിസ്കഷനാണല്ലേ? അതെ. പിന്നെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി ഇങ്ങനെ ഫർണിച്ചറൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഇതിന് നമുക്ക് ആപ്റ്റായിട്ട് കിട്ടിയെന്നെടുത്ത് ഞങ്ങൾ എടുത്ത് അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പരമാവധി ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യായിരുന്നു. അതായത് മറ്റുള്ള ആൾക്കാരുടെ വീട്ടിൽ എത്രമാത്രം കാണാൻ പറ്റുമോ. അപ്പം ഓരോ വീടിനും ഓരോ ഭംഗിയാണ്. അപ്പം നമുക്ക് ചിലപ്പം ചിലതായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക, ചിലത് കാണുമ്പോൾ നമുക്ക് ഇത് വേണ്ട, ഇങ്ങനെ ചെയ്യേണ്ട എന്നുള്ളൊരു ഐഡിയ ആയിരിക്കും നമുക്ക് മനസ്സിലേക്ക് വരിക. അപ്പം എനിക്ക് തോന്നുന്നത് നമുക്ക് എത്രമാത്രം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നോ അപ്പോൾ നമ്മൾ അത്രമാത്രം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. മറ്റുള്ള വീടുകളോ അല്ലെങ്കിൽ മറ്റുള്ള റെക്കമെൻഡേഷനോ പരമാവധി പോയി കാണുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇത് നമ്മളൊരു
നമ്മളൊരു ഡ്രസ്സ് എടുക്കുന്ന പോലെ അത്രയും എളുപ്പമല്ല. നമ്മളൊരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. അതുപോലെ തന്നെയാണ് ആ വീട്ടിലേക്ക് വേണ്ട ഓരോ സാധനങ്ങളും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൈൽസ്, ഇപ്പം ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ ഭൂരിഭാഗം ടൈൽസ് ആണല്ലോ ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഇനി വരുന്ന ആൾക്കാരുടെ അടുത്തൊന്ന് സജസ്റ്റ് ചെയ്യുന്നത്? ആക്ച്വലി ടൈലക്സിൽ ഇപ്പം നമ്മളിപ്പം ഓൺലൈൻ വീഡിയോസ് നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ടൈലക്സിൽ ഒത്തിരി റീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈവൻ നമ്മൾ അവിടെ പോയി ആ ഒരു ഷോറൂമിൽ പോയി കാണുന്നതിനേക്കാളും നമുക്കൊരു ഐഡിയ കിട്ടുന്നത് ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ എങ്ങനെയാണിത് അലൈൻ ചെയ്തിരിക്കുന്നത് എന്ന് കാണുമ്പോഴാണ്. അപ്പോൾ പരമാവധി ആ കാണുന്ന റീൽസ് പരമാവധി റീൽസും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ പരമാവധി കാണുകയൊക്കെയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു ഐഡിയ വരും എന്നാണ് എനിക്ക് പൊതുവെ ആൾക്കാരോട് പറയാനുള്ളത്. അപ്പോൾ നേരിട്ട് കാണുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇതേപോലെയുള്ള റീൽസും കാര്യങ്ങളും കണ്ടപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി ടൈലക്സിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട്? അതെ. കാരണം അവിടെ ഇരിക്കുന്നത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി പോകും. അതായത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇതെങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള എങ്ങനെ ആയിരിക്കും അപ്പിയറൻസ് എന്ന് പെട്ടെന്ന് ആ ഒരു ഷോറൂമിൽ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയെന്ന് വരില്ല. പക്ഷേ റീൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് പലരുടെ വീട്ടിൽ ഇങ്ങനെയൊന്ന് ഇട്ട് ഓർഗനൈസ് ചെയ്തതായിരിക്കുമല്ലോ. അപ്പം നമുക്ക് കാണുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഓക്കെ എൻ്റെ വീട് ഇങ്ങനെ ആക്കാമെന്നൊരു കുറച്ചുകൂടി ഒരു ക്ലിയർ ആയ ഒരു പിക്ചർ കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അങ്ങനെയാണ്. ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ടോയ്ലറ്റ്. ആൻഡ് ഇവിടെ ഇവർ കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഗോൾഡൻ ക്രീം തീമിലാണ്. മെജോറിറ്റി ഓഫ് ദ വാൾസ് ഇതുപോലെ ഒരു ഹെവി ഡിസൈനുള്ള പാറ്റേൺ ഉള്ള ഒരു ഗോൾഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന ടൈൽസും, അതിനുവേണ്ടി ഇവിടെ ഹൈലൈറ്റ് വാളായിട്ട് ഇവർ യൂസ് ചെയ്തത്, ഹൈലൈറ്റിംഗ് ടൈലായിട്ട് യൂസ് ചെയ്തത് ഒരു ലൈറ്റ് ക്രീമിഷ് കളറാണ്. അപ്പോൾ ഈ ഒരു മൊത്തം ലുക്കിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് ഇവരിവിടെ ചൂസ് ചെയ്തത്. ആൻഡ് അതിന് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ട്രിംസും കൂടി ആകുമ്പോൾ ദിസ് ഈസ് ഹാവിങ് എ വെരി റോയൽ ലുക്ക്. Golden patterns always bring warmth and sophistication to the design. കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ള ടൈല് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ലിവിംഗ് റൂമിലും ഹാൾവേയിലും യൂസ് ചെയ്ത സെയിം തന്നെയാണ്. ആൻഡ് അതേ സെയിം ടൈൽ തന്നെയാണ് ഇവരിവിടെ സ്പ്ലാഷ് ബാക്ക് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നോർമലി കണ്ടുവരുന്നതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റിലാണ് ഇവിടെ സ്പ്ലാഷ് ബാക്ക് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് അവർ യൂസ് ചെയ്തിട്ടുള്ള ഗോൾഡൻ ട്രിംസും ആണ്. ഇതെല്ലാം കൂടി നമുക്ക് തരുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫീൽ ഓഫ് വൈബ്രൻസ് ആൻഡ് റേഡിയൻസ്. ടൈലിൻ്റെ ഡിസ്പ്ലേ മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ ഈ റീൽസ് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ഫ്ലോറിൽ വരുമ്പോൾ നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് അറിയാൻ പറ്റും, ഐഡിയ കിട്ടും. അത് നല്ലൊരു ഇതാണ്. ഇപ്പം നമ്മൾ ഷോറൂമിൽ കാണുമ്പോൾ നമ്മുടെ മൈൻഡിന് ഒരു ലിമിറ്റ് ഉണ്ട്, ലൈക്ക് ഇത് ഇങ്ങനെയൊക്കെ വരുന്നത്. പക്ഷെ ഓൾറെഡി ഇട്ട വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഷുവർ കട്ട് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും, ഇത് വേണോ വേണ്ടോ. ഞാൻ ടൈലക്സിൻ്റെ പേജ് ഞാൻ നോക്കിയായിരുന്നു. അതിന് ശേഷം ഓരോ ടൈലും ഓരോ വീട്ടിലിട്ടാൽ എന്താ അവസ്ഥ എന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നോക്കിയായിരുന്നു. കുഴപ്പമില്ല, നല്ലതായിട്ട് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവരെ ചൂസ് ചെയ്ത്. ഇനിയുള്ള ആൾക്കാർ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നതും ടൈലക്സ് ആയിരിക്കും തീർച്ചയായിട്ടും. പിന്നെ ഇത്രയും വലിയ ടൈല് ഞാൻ കണ്ടതും ടൈലക്സിലാണ്. ഞങ്ങൾ കുറേ സ്ഥലത്ത് പോയി. അതെ ഒത്തിരി സ്ഥലത്ത് ഞങ്ങൾ പോയി നോക്കിയായിരുന്നു. പക്ഷെ ഈ ഒരു വീതിയിൽ ആ ഒരു കോമൺലി വരുന്നത് 60x120 ആണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ 80x160 കളക്ഷൻസ് ഉള്ളത്. അതാവുമ്പോൾ ജോയിന്റ്സ് കുറവായിരിക്കും, കുറച്ചും കൂടി സ്പേസിനെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ലാമിനേറ്റ്സ് ആണ്. ആൻഡ് ഈ ലാമിനേറ്റ്സ് വളരെയധികം സട്ടിലായിട്ടുള്ള ഒരു കളർ പാറ്റേണിലും തീമിലും വരുന്നതാണ്. അത് വളരെയധികം നല്ല രീതിയിലാണ് ഈ മൊത്തം വീടിൻ്റെ ആംബിയൻസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരിവിടെ ചൂസ് ചെയ്തിട്ടുള്ള ഓരോ ടൈലും വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈച്ച് ബാത്റൂം ഹാസ് എ പ്ലേഫുൾ ആൻഡ് എനർജറ്റിക് കോൺട്രാസ്റ്റ്. ഫോർ എക്സാമ്പിൾ ഈ ബാത്റൂമിൽ ഇവർ എടുത്തിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡുള്ള ഒരു ടൈലാണ്. ആൻഡ് അതിനകത്ത് ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഒരു ഗോൾഡൻ പാറ്റേൺസ് ആണ് വരുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ലൈറ്റർ ഷെയ്ഡാണ്. പക്ഷേ ഇത് രണ്ടും വളരെയധികം അടിപൊളിയായിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്.
ആൻഡ് ഇവിടെ ഇവർ കൊടുത്തിട്ടുള്ള ഈ ഒരു LED മിററും വളരെയധികം ഇതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് പോയായിരുന്നു. അതായത് ടൈല് നോക്കാനും അല്ല ഈവൻ നമുക്കൊരു ചോയ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒന്ന് മൊത്തത്തിൽ റെഫർ ചെയ്യും. ഞങ്ങളങ്ങനെ റെഫർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ കണ്ടത് അവിടെയാണ് നമുക്കൊരു ആപ്റ്റായിട്ട് തോന്നിയ ടൈല് കാര്യങ്ങൾ. പിന്നെ അതുപോലെ കോസ്റ്റും എനിക്ക് അത്ര വലിയ കൂടുതലായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റാണ്. കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് പ്രൈസ് ആയിരുന്നു. അതെ 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 നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു. നമുക്ക് പല പ്രൈസ് റേഞ്ചിൽ അവിടെ വരുന്നുണ്ട്. അതായത് എല്ലാം ബെസ്റ്റ് ക്വാളിറ്റി ആണ്. പിന്നെ അതിൻ്റെ ആ ഒരു ലുക്ക് ഇത് പ്രീമിയം ടൈപ്പ് വരുന്നുണ്ട്, അതല്ലാണ്ട് നോർമൽ ഒരു ലുക്കിൽ വരുന്നുണ്ട്. എല്ലാം നമ്മളെ കൊണ്ട് എന്താ പറയുക ഫീസിബിൾ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ടൈൽസ് ആണ്. അപ്പം നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാനും എളുപ്പമാണ്. നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ പ്രീമിയം ലുക്ക് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും അപ്പോൾ ഓപ്ഷൻസ് അവിടെ കൂടുതലാണ്. അതെ 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 മുകളിലിട്ടിരിക്കുന്ന ടൈലാണെങ്കിലും വുഡൻ ടൈപ്പ് ഫ്ലോറിംഗ് ആണ് മുകളിൽ ചെയ്തിരിക്കുന്നത്, ലാമിനേറ്റഡ്. അതിനകത്താണെങ്കിലും നമ്മൾക്ക് ഒത്തിരി ജോയിൻസ് വിസിബിൾ ആവാത്ത രീതിയിലുള്ളതാണ്. അതെ, ലോങ്ങർ പ്ലാങ്ക്സും ആണ്. അപ്പൊ ചില ലാമിനേറ്റ്സ് വന്നിട്ട് ഒറ്റ ഒരു ഇതുപോലെ നമുക്ക് തോന്നും. അത് ഒട്ടും ജോയിൻസ് അങ്ങനെ വിസിബിൾ ആയിരിക്കില്ല. അപ്പൊ അത് കുറച്ചും കൂടി നമുക്ക് ആ സ്പേസിനെ എൻലാർജ് ചെയ്ത് കാണിക്കും. അതെ അതെ. പിന്നെ അത് മാത്രമല്ല നമ്മളിവിടെ ടൈൽസ് നമ്മൾ ചൂസ് ചെയ്തിട്ട് പോകുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് അവർ ചെയ്യും. നമുക്ക് അതിന്റെ പുറകെ നടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഫോളോ അപ്പ് ചെയ്യാൻ എല്ലാത്തിനും അവർ കൂടെ ഫോളോ അപ്പ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും പ്രോപ്പറായിട്ട് ടൈൽ അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ പണി കഴിഞ്ഞിട്ട് സാധനങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോകാനും എല്ലാ രീതിയിലും നമുക്കൊരു സപ്പോർട്ട്. ഇറ്റ്സ് ലൈക്ക് എ വൺ സ്റ്റോപ്പ്. അതായത് നമ്മളൊന്ന് ജസ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിന്റെ കംപ്ലീഷൻ വരെ നമ്മുടെ കൂടെ ആ ഒരു ഫുൾ ജേർണിയിൽ അവരും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കുറച്ച് ടൈൽ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ടൈലക്സിൽ നിന്ന് പ്രശാന്ത് ചേട്ടൻ പറഞ്ഞു അത് നമുക്ക് എക്സ്ട്രാ വന്നത് അവർ തിരിച്ചെടുത്തോളാമെന്ന്. അതായത് അങ്ങനെയും ഒരു ഫെസിലിറ്റി ഉണ്ട്. എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ ബാത്റൂമിൽ കൈൻഡ് ഓഫ് ഒരു ലൈറ്റർ ഷെയ്ഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ വന്നിട്ടുള്ള വൈറ്റ് ടൈൽസ്, വൈറ്റ് ഗ്ലോസി ടൈൽസിൽ കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഡിസൈനാണ് വന്നിട്ടുള്ളത്. I think it's a perfect blend of modern style with classic elegance.